ബീഹാറിൽ നടന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ നിരയിൽ വിള്ളൽ വീഴ്ത്തി 5 സീറ്റുകളിലും NDA സഖ്യത്തിന് വിജയം. 5ാം സീറ്റിലേക്കുള്ള പോരാട്ടത്തിൽ കൃത്യമായ തന്ത്രങ്ങൾ മെനഞ്ഞ NDA അപ്രതീക്ഷിത മുന്നേറ്റം നടത്തിയപ്പോൾ 4 MLA-മാരുടെ അസാന്നിധ്യം പ്രതിപക്ഷ പ്രതീക്ഷകളെ തകിടം മറിച്ചു. 243 അംഗ നിയമസഭയിൽ 202 അംഗങ്ങളുടെ പിന്തുണ ഉറപ്പാക്കിയാണ് NDA കരുത്ത് തെളിയിച്ചത്. മുഖ്യമന്ത്രിയും JDU പ്രസിഡന്റുമായ നിതീഷ് കുമാർ ഉൾപ്പെടെയുള്ള 5 പ്രമുഖ നേതാക്കളാണ് NDA ടിക്കറ്റിൽ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നവീൻ, കേന്ദ്രമന്ത്രി രാംനാഥ് താക്കൂർ, BJP നേതാവ് ശിവേഷ് കുമാർ, രാഷ്ട്രീയ ലോക് മോർച്ച തലവൻ ഉപേന്ദ്ര കുശ്വാഹ എന്നിവരാണ് വിജയിച്ച മറ്റു 4 പേർ. ഈ വിജയത്തോടെ നിതീഷ് കുമാർ തന്റെ ആദ്യ രാജ്യസഭാ പ്രവേശനത്തിന് ഒരുങ്ങുകയാണ്. തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തുവാൻ പ്രതിപക്ഷത്തെ 4 MLA-മാർ എത്താതിരുന്നത് NDAയുടെ പാത സുഗമമാക്കി. കോൺഗ്രസിൽ നിന്നുള്ള 3 പേരും RJDയിൽ നിന്നുള്ള ഒരാളുമാണ് അവസാന നിമിഷം വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നത്. ഇതോടെ പ്രതിപക്ഷത്തിന്റെ വോട്ട് നില 41-ൽ നിന്ന് 37-ആയി കുറയുകയും 2ാം മുൻഗണനാ വോട്ടുകൾ എണ്ണുന്നത് NDAയ്ക്ക് എളുപ്പമാവുകയും ചെയ്തു. 2ാം മുൻഗണനാ വോട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് 5ാം സീറ്റിലെ വിജയം നിശ്ചയിച്ചത്. ആദ്യഘട്ടത്തിൽ ആർക്കും ആവശ്യമായ 41 വോട്ടുകൾ ലഭിക്കാത്തതിനെ തുടർന്ന് നടന്ന എണ്ണലിൽ BJPയിലെ ശിവേഷ് കുമാർ 4002 വോട്ടുകൾ നേടി വിജയിച്ചു. ഇതോടെ RJD സ്ഥാനാർത്ഥി AD സിംഗ് മത്സരത്തിൽ നിന്ന് പുറത്തായി. നിതീഷ് കുമാർ, നിതിൻ നവീൻ എന്നിവർക്ക് 44 വോട്ടുകൾ വീതം ലഭിച്ചതായും നേതാക്കൾ വ്യക്തമാക്കി. കോൺഗ്രസ് MLA-മാരായ മനോജ് വിശ്വാസ്, മനോഹർ പ്രസാദ് സിംഗ്, സുരേന്ദ്ര പ്രസാദ് എന്നിവരും RJDയുടെ ഫൈസൽ റഹ്മാനുമാണ് വോട്ട് ചെയ്യുവാൻ എത്താതിരുന്നത്. ഇതിൽ ഫൈസൽ റഹ്മാൻ ഡൽഹിയിലാണെന്നും അദ്ദേഹം പാർട്ടി നേതൃത്വത്തിന്റെ ഫോൺ കോളുകളോട് പ്രതികരിച്ചില്ലെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇവർ നേരത്തെ തന്നെ പാർട്ടിയുമായി അകന്നു കഴിയുകയായിരുന്നുവെന്ന് സൂചനകളുണ്ടായിരുന്നു. സഖ്യകക്ഷികളായ കോൺഗ്രസിന് തങ്ങളുടെ MLA-മാരെ നിയന്ത്രിക്കുവാൻ കഴിയാത്തതാണ് തോൽവിക്ക് പ്രധാന കാരണമെന്ന് RJD ആരോപിക്കുന്നു. NDA ഈ തെരഞ്ഞെടുപ്പിനെ തന്ത്രപരമായാണ് നേരിട്ടതെന്ന് JDU വർക്കിംഗ് പ്രസിഡന്റ് സഞ്ജയ് കുമാർ ഝാ പറഞ്ഞു. മതിയായ സംഖ്യയില്ലെങ്കിലും 2ാം മുൻഗണനാ വോട്ടുകൾ എണ്ണുമ്പോൾ വിജയിക്കുവാൻ കഴിയുമെന്ന് തങ്ങൾക്കറിയാമായിരുന്നുവെന്ന് അദ്ദേഹം വ്യക്തമാക്കി. രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് കൃത്യമായ സാഹചര്യങ്ങൾ മനസ്സിലാക്കുവാനുള്ള കഴിവ് വേണമെന്നും അത് പ്രതിപക്ഷത്തിനില്ലെന്നും അദ്ദേഹം പരിഹസിച്ചു. തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ BJP കുതിരക്കച്ചവടം നടത്തിയെന്നാരോപിച്ച് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാജേഷ് റാം രംഗത്തെത്തി. കാണാതായ MLA-മാരുമായി അവസാന നിമിഷം വരെ സംസാരിച്ചിരുന്നതായും പെട്ടെന്നാണ് അവരുമായുള്ള ആശയവിനിമയം നഷ്ടപ്പെട്ടതെന്നും അദ്ദേഹം പറഞ്ഞു. അവരെ വീട്ടുതടങ്കലിൽ വെച്ചിരിക്കുവാൻ സാധ്യതയുണ്ടെന്നും RJD വക്താവ് ശക്തി സിംഗ് യാദവ് ആരോപിച്ചു. രാജ്യസഭാംഗമാകുന്നതോടെ നിതീഷ് കുമാർ ഡൽഹി കേന്ദ്രീകരിച്ച് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നാണ് JDU വൃത്തങ്ങൾ നൽകുന്ന സൂചന. എന്നാൽ പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് തന്നെ അദ്ദേഹം തുടരാനാണ് സാധ്യത. ദേശീയ കാഴ്ചപ്പാടിലൂടെ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ അദ്ദേഹത്തിന്റെ പരിചയസമ്പത്ത് സഹായിക്കുമെന്ന് മുതിർന്ന നേതാക്കൾ അഭിപ്രായപ്പെട്ടു. കോൺഗ്രസിനുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഈ തിരഞ്ഞെടുപ്പോടെ വീണ്ടും മറനീക്കി പുറത്തു വന്നിട്ടുണ്ട്. 4 മാസമായിട്ടും നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കുവാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. വോട്ട് ചെയ്യാതിരുന്ന കോൺഗ്രസ് MLA-മാർ മുൻപ് തന്നെ പാർട്ടി വിട്ടുപോകുവാൻ സാധ്യതയുള്ളവരായിരുന്നുവെന്നും ഹൈക്കമാൻഡ് വേണ്ടത്ര ശ്രദ്ധിച്ചില്ലെന്നും വിമർശനമുണ്ട്. 2025-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലം മുതൽക്കേ RJDയും കോൺഗ്രസും തമ്മിൽ സീറ്റ് വിഭജനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ തർക്കങ്ങൾ നിലനിന്നിരുന്നു. അവസാന നിമിഷം വരെ തുടർന്ന അനിശ്ചിതത്വങ്ങൾ കാരണം പല സീറ്റുകളിലും ഇരു പാർട്ടികളും പരസ്പരം മത്സരിച്ച് പരാജയപ്പെടുകയാണുണ്ടായത്. ഈ പൊരുത്തക്കേടുകൾ തന്നെയാണ് രാജ്യസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിച്ചതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു. വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്ന MLA-മാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുവാൻ സാധ്യത കുറവാണെന്നാണ് സൂചനകൾ. അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാലും അവരുടെ MLA സ്ഥാനം നിയമസഭയിൽ നിലനിൽക്കും. എങ്കിലും ഈ തിരിച്ചടി പ്രതിപക്ഷ സഖ്യത്തിനുള്ളിൽ വലിയ അസ്വസ്ഥതകൾക്ക് കാരണമായിട്ടുണ്ട്.